ഒരു ഡയറക്ടറായി, ഒരു ആക്ടർ, ഒരു സ്ക്രീൻ പ്ലേ ചെയ്യുന്ന വ്യക്തി, ഒരു ലിറിസിസ്റ്റ്, ഇങ്ങനെ കുറേ മേഖലകൾ ഇപ്പോൾ കൈകാര്യം ചെയ്തുല്ലോ. ഏട്ടൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തത് ഏതാണ്? നമ്മൾ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന ഡയറക്ഷൻ തന്നെ ആയിരിക്കും. എൻജോയ് ചെയ്യുന്നത്, പക്ഷെ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും എനിക്ക് ഇഷ്ടം ചെയ്യാൻ പറ്റുന്നതും ആക്ടിംഗ് ആണ്. ഏറ്റവും അധികം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഈ ഒരു ആക്ടറായി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമേ ഈ ഒരു സ്വസ്ഥത വരുള്ളൂ. അതുവരെ ഇറ്റ് ഈസ് ഒരു നീഡിൽ വാക്ക് തന്നെയാണത്. കാരണം എളുപ്പമല്ലത്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത്, അവിടെ ഒരു 10-15 കൊല്ലം നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. സിനിമയിലേക്ക് ആൾക്കാർ പറയും സിനിമയിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്, പക്ഷെ വന്നവർക്ക് അറിയുള്ളൂ, വന്നു കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സസ്റ്റെയിൻ ചെയ്യുക, ഇതിൽ പിടിച്ചു നിൽക്കുക എന്ന് മാത്രമുള്ളതല്ല, നമ്മൾ ഒരു വലിയൊരു ഇൻ്റലിജൻസിൻ്റെ മേലെ ഇതിൽ നിൽക്കാൻ പറ്റും. അത് ടാലൻറ്റ് മാത്രം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ടാലൻറ്റ് മാത്രമല്ല അതിനകത്ത്. ടാലൻറ്റ് നമ്മൾ ഒരു കരിയർ ഫാഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻ്റലിജൻസിന് നമ്മൾ ചൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക്, നമ്മൾ എത്തിപ്പെടുന്ന ചില ആളുകൾക്ക് ഒക്കെ വലിയ പങ്കുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏതൊരു നായക നടനും ഏതൊരു സ്വഭാവ നടനും ഇന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഐ റെസ്പെക്ട് ഓൾ ഓഫ് ദം. ഇറ്റ് ഈസ് നോട്ട് എളുപ്പ പണിയല്ല. ഹാവിങ് സെഡ് ദാറ്റ് ഈ ജോലികളിൽ എല്ലാം തന്നെ ഏറ്റവും അധികം നമ്മൾ സെക്യൂറും സേഫും ആവുന്നത് ഫിനാൻഷ്യലി ആൻഡ് ഇമോഷണലി ആൻഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് സ്പിരിച്വലി നമ്മൾ സേഫ് ആവുന്നത് ആക്ടിങ്ങിൽ തന്നെയാണ്. മറ്റേത് പക്ഷേ ഇത് ഡയറക്ഷൻ ആൻഡ് റൈറ്റിങ്ങിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. ആ സ്പേസിൽ നമ്മളല്ലാതെ വേറെ ആരുമില്ല. ഡയറക്ടർക്ക് ഒരു 10-15 പേര് ബാക്ക് ചെയ്യാനുണ്ട്. യു ഹാവ് യുവർ സിനിമാറ്റോഗ്രാഫർ, യു ഹാവ് യുവർ ആക്ടേഴ്സ്, യു ഹാവ് യുവർ എഡിറ്റർ, ഒരുപാട് പേര്, ഇത്രയും അസിസ്റ്റൻസ് എല്ലാവരും ഉണ്ട്. ഇവൻ എഴുതുമ്പോൾ ഇവൻ ഒറ്റയ്ക്കാണ്, അവിടെ ആരുമില്ല. ആ സിനിമ അവിടെ തന്നെയാണ് ഉണ്ടാവുന്നത്. സോ ഫോർ മീ ആഫ്റ്റർ ബിക്കമിങ് എ ഡയറക്ടർ ഐ തിങ്ക് റൈറ്റർ തന്നെയാണ് നമ്പർ 1. അത് കഴിഞ്ഞേ വരുന്നുള്ളൂ സിനിമയിലെ ഏതൊരു ഘടകം. അത് ഒരു മോശം തിരക്കഥയിൽ നിന്നൊക്കെ ഒരു നല്ല സിനിമ ഉണ്ടാക്കിയെടുക്കാൻ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. പക്ഷെ ഒരു നല്ല തിരക്കഥയാണെങ്കിൽ നമുക്ക് ഒരു മോശം സിനിമ ആക്കാൻ പറ്റും. അത് കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ. അനൂപ് മേനോൻ എന്ന് പറഞ്ഞ ആക്ടറിനെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ആരാണ്? ഒരുപാട് ഇൻസ്പയർ എന്ന് പറയുന്നത്, ഞാൻ ഐ സ്റ്റാർട്ടഡ് ഓഫ് റീഡിങ് നോവൽസ്. അപ്പം ഖസാക്കിൻ്റെ ഇതിഹാസമാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ രവി ആവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും ആ കാലത്ത് ഇൻസ്പയർ ചെയ്തത് രവി എന്നുള്ള ക്യാരക്ടറായിരുന്നു. പല ഘട്ടങ്ങളിലും ഞാൻ ഈ ലോ കോളേജിലും പിന്നീട് ലോ കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ നിഴൽ പോലെ രവി കൂടെ നടന്നിട്ടുണ്ട്. രവി എങ്ങനെ നമ്മൾ സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മളുടേത്. പിന്നെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ വരുന്ന കുട്ടികൾ കുറേ പേര് എൻ്റെ അടുത്ത് ചാൻസും ഒക്കെ ആയിട്ട് എല്ലായിടത്തും ചോദിക്കുന്ന പോലെ കുട്ടികൾ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പഠിക്കുമെന്ന് പറയും. ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി. ചിലർ ഈ അച്ഛന്മാരൊക്കെ വന്ന് പറയും മോന് നല്ല ടാലൻ്റ് ഉണ്ട്, എന്നിട്ട് ടിക്ടോക്ക് വീഡിയോ കാണിക്കും. അപ്പം നമുക്കതിന് സ്നേഹം മനസ്സിലാവും, അവനെങ്ങനെയെങ്കിലും വരണം എന്നുള്ളതൊക്കെയാണ് അവരുടേത്. പക്ഷേ അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 17 വയസ്സ് 18 വയസ്സുള്ള പയ്യന്മാർ അല്ലെങ്കിൽ 20 വയസ്സുള്ള പയ്യൻ, ഇവരൊക്കെ ഈ പഠിത്തത്തിൻ്റെ ഒരു പാതി വഴിക്കാണ് നിൽക്കുന്നത്. ഇവരിതിൻ്റെ പിന്നിലുള്ള ഇതൊന്നും കാണുന്നില്ല. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ സിനിമ ഉണ്ടാവുന്നു, അവിടെ ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ എന്ന് വിചാരിക്കുന്നിടന്ന് വി ഹാവ് ടു ഹാവ് എൻ അക്കാഡമിക് ബാക്കിംഗ്. അക്കാഡമിക് ഇൻ ദ സെൻസ് പ്യുവർ അക്കാഡമിക്സ് അല്ല, വായനയുടെയും ഒരു റീഡിങ്ങിൻ്റെയും സിനിമ കാണലിൻ്റെയും സംഭാഷണങ്ങളുടെയും ബാക്കിംഗ് നമുക്കുണ്ടാവണം. ലെറ്റ് ദാറ്റ് ഇൻസ്പയർ.